ഹലോ ഗൈസ്, ഇന്നത്തെ റെസിപ്പി ഒരു ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പാലടയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാലട എങ്ങനെ അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. വരെ വീഡിയോയിലോട്ട് പോകാം. 4 കവർ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഞാനിവിടെ ഓട്ടുരുളിയിലാണ് വെക്കുന്നത്. പായസം എപ്പോഴും വെക്കാൻ നല്ലത് ഓട്ടുരുളി തന്നെയാണ്. അഥവാ ഇല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള ഏതെങ്കിലും പാത്രമായാലും മതി. കുക്കറിൽ വേണമെങ്കിലും വെക്കാവുന്നതാണ്. കുക്കർ തുറന്ന് വെച്ചിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. ഇത് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്ന പറയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. പാല് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധ പോയിട്ടുണ്ടെങ്കിൽ പാലൊന്ന് തിളച്ച് പുറത്തോട്ട് തോയി പോവും. നമ്മുടെ പാല് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കണത് ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് ആണ് കേട്ടോ. 300 ഗ്രാമോളമുണ്ട്. അരി പാലട മിക്സ് ആണ്. ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി കൈവിടാതെ ഇളക്കി നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ആ സമയം തന്നെ ഇതുപോലൊരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളം ഒഴിക്കാതെ മെൽറ്റ് ചെയ്ത് എടുക്കാം. പരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ വേഗം മെൽറ്റ് ആയിക്കോളും. പഞ്ചസാര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവട്ടെ, എന്നിട്ട് ഓഫ് ചെയ്യാം. നമ്മുടെ ഷുഗർ നല്ലപോലെ മെൽറ്റായി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതൊന്ന് പായസക്കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് പാല് ഒഴിച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കൈയോടെ നല്ലപോലെ ഇളക്കണം, അല്ലെങ്കിൽ അത് കട്ട കെട്ടി ഒരു ഭാഗത്തായിട്ട് നിൽക്കും. വേറൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
അതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് വറുത്തെടുക്കാം. കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കാഷ്യൂസൊക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പായസം സെറ്റായിട്ടുണ്ട്, കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല, തിളക്കണേക്കാളും മുന്നേ ഓഫ് ചെയ്യാം. ഇത് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് ആ നെയ്യടക്കം ഇതിലോട്ട് കൊട്ടി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ എല്ലാ പായസത്തിനും കാഷ്യൂ നട്ട്സ് വേണമെന്ന് നിർബന്ധമുണ്ട്, അത് കാരണം ഇട്ടുന്നതാ. അല്ലെങ്കിൽ നെയ്യ് മാത്രം ഒരു സ്പൂണ് ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ഓഫ് ചെയ്താലും മതി. അങ്ങനെ നമ്മൾ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പാലട പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യുവർ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സാധനം